guys, welcome back to Vatasmani Kitchen. Knowings Kana Alhamdulillah. Appo we are back with yet another trending recipe. Okay, ലേസി ക്യാറ്റ് കേക്ക് അഥവാ അഹമ്മദൽ ജാമൽസ് കേക്ക് അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്. ഇതൊക്കെ റീൽസിലിപ്പോൾ പൊതുവേ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാനും കൂടെ ഇറക്കിയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഞാനും കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റാം കേട്ടോ. ആ മാറ്റിയ അളവിൽ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. കൊക്കോ പൗഡറാണ് ഗൈസ്, ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൈദയും കൊക്കോ പൗഡറും കൂടെ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ സ്ഥലത്തോട്ടും എത്തുന്ന രീതിയിൽ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, ജസ്റ്റ് ആ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാം നല്ലോണം കമ്പൈൻ ആവുന്ന രീതിയിൽ. അപ്പോൾ ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് കമ്പൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് വയ്ക്കുക, റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ. എന്നിട്ട് അതിന് പുറകെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബീറ്റർ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്യുക. അപ്പോൾ 1 കപ്പ് പൗഡർഡ് ഷുഗർ കുറച്ചായിട്ട് ചേർത്ത് ബീറ്റർ വെച്ച് നല്ലോണം മിക്സ് ചെയ്യുക. ലൈറ്റ് യെല്ലോ കളർ കിട്ടുന്ന വരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം. ഇനി നമുക്ക് നമ്മളുടെ ബീറ്റർ മാറ്റിയിട്ട് നമുക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യമായിട്ട് ചേർക്കാം, കുറച്ചായിട്ട്. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ, ഒരു സ്പാച്ചിലോ വിസ്കോ വെച്ചിട്ട്. നമുക്കൊരു 1/4 കപ്പ് പാല് 2 വട്ടമായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, പകുതി ആക്കിയിട്ട്. എല്ലാം റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്താക്കി, നമ്മളൊരു കേക്ക് ടിൻ എടുത്തു. ആ കേക്ക് ടിന്നിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ച് ബ്രഷ് ചെയ്ത് അതിൻ്റെ പുറത്തൊരു ബേക്കിംഗ് പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ടു. ഓക്കെ, അതിൻ്റെ പുറത്ത് നമ്മളുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഓവനിലല്ല കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്, നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്, ബിക്കോസ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു ചെറിയൊരു കേക്ക് ടിൻ മറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തുളയുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്ലോ വെച്ചിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റത്തേക്ക് ഇതൊന്നും ചൂടാകാൻ വേണ്ടി വെക്കാം, പ്രീ ഹീറ്റ് പോലെ. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് തന്നെ എടുത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്നാം. അപ്പോൾ ഗൈസ്, നമ്മളൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്ത് മിഡിൽ കുത്തി നോക്കിയിട്ടോ. അപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് തണുത്തപ്പോഴത്തേക്ക് നമ്മളൊന്ന് ലെവൽ ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിലോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കൂടെ നമുക്ക് ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചെടുക്കാം. ചോക്ലേറ്റ് മിൽക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് പാലിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1.5 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ. നമ്മൾ കേക്കിൽ കുറച്ച് ഹോൾസൊക്കെ ഇട്ടിട്ട് ടൂത്ത് പിക്ക് വെച്ച് ഹോൾസൊക്കെ ഇട്ടിട്ട് ആ ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം കേക്കിൽ കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളൊരു 150 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ സാഷ് കിട്ടും കേട്ടോ, വിപ്പിംഗ് ക്രീം അടിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സാഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് ചേർത്തതിൻ്റെ വീഡിയോ ഡിലീറ്റ് ആയി പോയി ഗൈസ്. സോ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മിൽക്കൊക്കെ ഒഴിച്ച് വെച്ച കേക്കില്ലേ, അതിൻ്റെ പുറത്തു കൂടെ നമ്മളുടെ ചീസ് വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ്ചർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനുണ്ട്, അതിലേക്ക് കിടക്കാം.
അപ്പോൾ നമ്മൾ ചോക്ലേറ്റിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സോസ് പാൻ എടുത്ത് വെക്കുക. അതിൻ്റെ പുറത്തു കൂടെ ഒരു ബൗൾ എടുത്ത് വെക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ 90 grams ഓഫ് ഡയറി മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഒരു വലിയൊരു ബാറ് അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം തിളക്കാൻ വെച്ച സമയത്ത് നമ്മളുടെ തീ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചത്. പക്ഷെ നമ്മൾ ചോക്ലേറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് തീനെ ഷിഫ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ചോക്ലേറ്റ് ടെമ്പറേച്ചർ മാറണ കാരണം കട്ടയായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്ത് ആ ലെയർ മൊത്തത്തിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കെല്ലോഗ്സിൻ വെച്ചിട്ടൊരു ഇതും കൂടെ ചെയ്യാനുണ്ട്. ലാസ്റ്റത്തെ ലെയറാണ് കേട്ടോ, കയ്യാറായേ. നമ്മൾ നോർമൽ കെല്ലോഗ്സ് ഇല്ലേ, നമ്മൾ പാലിലൊക്കെ ഇട്ട് കുടിക്കുന്ന അതൊരു 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കെലോഗ്സിലോട്ട് നമുക്കൊരു ഇച്ചിരി ഒരു ടീസ്പൂണോളം ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക. അത് എന്താണ് ആ മെൽറ്റഡ് ചോക്ലേറ്റിൻ്റെ ഒരു പശ പോലെ ഉണ്ടാവില്ലേ, ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവില്ലേ, അത് മാറാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആഡ് ചെയ്യുന്നത്, ഒറ്റക്കൊറ്റക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ അപ്പോഴും ഒരുമിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പരീക്ഷിക്കാൻ പോയല്ലോ, ബിക്കോസ് ഇറ്റ്സ് ഡാർക്ക് കൊക്കോ പൗഡർ. അപ്പോൾ നമ്മൾ ഫൈനൽ ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കെലോഗ്സ് ഇല്ലേ, അതിനെ നമുക്ക് ഇട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കെലോഗ്സൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം നിരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം ഏകദേശം റെഡിയായി. നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം. അപ്പോൾ ഈ പെരുന്നാളിൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, എന്നാലും ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ്. അപ്പോൾ അടുത്ത കാണാം ഇൻഷാ അല്ലാഹ്.